ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് ആൻഡ് ബ്ലോഗ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി മസാല ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന അതേ രുചിയിലുള്ള മസാല ദോശയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ കുറച്ച് ഉരുളക്കിഴങ്ങ് ഈ വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ഈ വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തത് നമുക്ക് ഉടച്ചെടുക്കാൻ പെട്ടെന്ന് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് ഒരു സവാള ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വെളുത്തുള്ളി, അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ എരിവിന് ആവശ്യത്തിനായിട്ടുള്ള പച്ചമുളക്, കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നേരെ അത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 3-4 വിസിലെടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. വെള്ളം നമ്മൾ കുറച്ച് ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ മസാലയിൽ വെള്ളം കൂടുതലാവും. കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊരു കരണ്ടി വെച്ചിട്ട് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. നന്നായിട്ട് ഉടച്ചെടുക്കണേ. ഇനി അത് നമുക്കൊന്ന് കടുക് പൊട്ടിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എന്ത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഏത് ഓയിലാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അതെടുക്കുക. ഒരു വറ്റൽ മുളകും കൂടി ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. അപ്പം ഞാൻ എണ്ണ കൂടുതൽ ഒഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്തത്. ഇനി ഇത് ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കിഴങ്ങ് മസാലയും കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കാരണം മഞ്ഞൾപ്പൊടി കിഴങ്ങ് വേവിക്കുമ്പോൾ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം, പക്ഷേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് എല്ലാ ഭാഗത്തേക്ക് എത്തിയിട്ട് നല്ല കളറാവുന്നത് വരെ ഒന്ന് ചെറു തീയിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. അതിനായിട്ട് മാവൊക്കെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കല്ലൊക്കെ ചൂടാക്കി എടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കനം കുറച്ചിട്ട് വേണം ദോശ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ദോശയ്ക്ക് കനം കൂടിക്കഴിഞ്ഞാൽ അത് മുരിഞ്ഞ് കിട്ടില്ല, നമ്മുടെ മസാല ദോശ ക്രിസ്പി ആയി കിട്ടത്തില്ല. ഇനി അതിന് മേലേക്ക് കുറച്ച് നെയ്യും കൂടി ഒന്ന് തൂളിച്ച് കൊടുക്കണേ. ഇതുപോലെ നെയ്യൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ദോശ നന്നായിട്ട് മൊരിഞ്ഞിട്ടും കിട്ടിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മേലേക്ക് ഇതുപോലെ കുറച്ച് മസാല വെച്ച് കൊടുക്കാം. മസാല വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. മടക്കിയെടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മടക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ രീതിയിലാണ് ഒന്ന് മടക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള മസാല ദോശയാണിത്. നിങ്ങളിപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കൊടുക്കുന്നതിനേക്കാളും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ബൈ ബൈ.